ഹായ്. അപ്പം ഇന്ന് ഞങ്ങൾ പോണത് നിച്ചുവിനും നിബുനും മദ്രസ തുറക്കുകയാണല്ലോ തിങ്കളാഴ്ച. അപ്പോൾ ഒരു പർദ്ദ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പെരിന്തൽമണ്ണ വരെ കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ രാത്രി എന്നും ഞങ്ങൾ ഷോപ്പിങ്ങിനും ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് രാവിലെ ഷോപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ആയിട്ടോ എങ്ങോട്ടും പോവൽ. ഇക്ക വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തങ്ങനെ പോവൽ. അതുകൊണ്ടാണ് രാത്രിക്കത്തെ വീഡിയോ ഇക്കാണ്ട് എപ്പോഴും ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാ കൂടെ ഓക്കൊരു പർദ്ദെടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ ഒക്കെ അതിൻ്റെ വർക്കൊക്കെ കണ്ടപ്പോൾ അറിയാം എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല കല്ലില്ലതൊന്നും വേണ്ട, സ്റ്റോണിൻ്റെ വർക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണം ഈ ഒരു പർദ്ദ ഇട്ട് കൊടുത്തപ്പോൾ ഇത് കുഴപ്പമില്ല, അതൊരു നൂൽ വർക്കാട്ടോ. അപ്പോൾ പറഞ്ഞു എന്നാൽ ഇതായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു നമുക്ക് നോക്കാം, ഒരുപാട് പർദ്ദ അങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെ കൈ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. കൈ കണ്ടില്ലേ, ഇങ്ങനെ ഒരു അലാസ്റ്റിക് മോഡലായിട്ടുള്ള കൈയാണ്. അപ്പോൾ ആ പർദ്ദ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മക്കനെ എടുത്ത് കൊടുത്തു. ഞാനൊരു ഷോളും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോരുന്ന വഴിയിൽ നിന്ന് നിബു പറഞ്ഞു എനിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങാടിപ്പുറത്തുനിന്ന് ഒരു കട കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കില്ല ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ചെരുപ്പ് വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് നോക്കാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കില്ല ചെരുപ്പ് ഇങ്ങനെ തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി കേട്ടോ. അപ്പം നിബു ഈ ഒരു ചെരുപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ചെരുപ്പ് ഏതാണ് എടുക്കേണ്ടത് നോക്കിക്കാണ്ട് ഇങ്ങനെ തിരഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു വൈറ്റ് ഷൂ. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.